الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, ജീവിതത്തിലുടനീളം ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണേ, സ്വന്തത്തോടെന്ന പോലെ മുഴുവൻ ആളുകളോട് വസിയത്ത് ചെയ്യുകയാണ്, അഥവാ ഗൗരവതരമായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. ദുനിയാവിലെ ജീവിതത്തെ ഒരു വിശ്വാസി എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ നമ്മുടെ ഈ ഭൗതിക ജീവിതം, ആ ജീവിതം എന്നുള്ളത് ഒരിക്കലും നശിക്കാത്ത പാരത്രിക ലോകത്ത് സ്വർഗം എത്തിപ്പിടിക്കാനുള്ളതാണ്. അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ജീവിതത്തെ മനുഷ്യർ 4 രൂപത്തിലാണ് സമീപിക്കുന്നത്, 4 അവസ്ഥകളാണ് അവർക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൽ ഒന്നാമത്തെ അവസ്ഥ അൽ-അവ്വൽ, ആദ്യത്തേത് മുവസ്സിഉൻ അലൈഹി ഫി ദുനിയ വൽ ആഖിറ
ഒന്നാമത്തെ വിഭാഗം മുവസ്സിർ, അത് വിശാലമാക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അവന്റെ മേൽ ദുനിയ, ഈ ഐഹിക ലോകം, ഇതിലത്തെ സുഖാഡംബരങ്ങൾ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടുത്തെ സമ്പത്തും ഭൗതികമായ സുഖ സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും ഒക്കെ ലഭിച്ചവർ, വല്ലാഹിറ, പരലോകത്തും അതുപോലെ കിട്ടുന്നവർ, ഭൗതിക ലോകത്തും ഉന്നതമായ നേട്ടങ്ങൾ, മരണാനന്തര ജീവിതത്തിൽ പാരത്രിക ലോകത്തും ഉന്നതമായ നേട്ടങ്ങൾ, വിശാലമായ അനുഗ്രഹങ്ങൾ. കാരണം ഭൗതിക ലോകത്ത് അവർക്ക് ലഭിച്ച സമ്പത്തും ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളും റബ്ബെനിക്ക് പരലോകം എത്തിപ്പിടിക്കാൻ വേണ്ടി തന്നതാണ് തിരിച്ചറിവും ബോധ്യതയും ഉള്ളത് കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ, പാരത്രികമായ വിജയം കൈവരിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്റെ സമ്പത്തിനെ വിനിയോഗിച്ചവർ, പിശുക്കപ്പെടിക്കാതെ ദുർത്തടിക്കാതെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ആ സമ്പത്തിനെ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ ഭൗതിക രംഗത്തും സുഖങ്ങൾ ആസ്വദിക്കാൻ സാധിച്ചു, മരണാനന്തര ജീവിതത്തിലും സ്വർഗം നേടിയെടുക്കാൻ സാധിച്ച ഭാഗ്യവാന്മാരായ ഒരു വിഭാഗം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമത്തെ വിഭാഗം മുവസ്സിഉൻ അലൈഹി ഫി ദുനിയ, ദുനിയാവിൽ വിശാലത നേടാൻ സാധിച്ചിട്ടുണ്ട്, നല്ല നിലയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ വമഖ്തൂറുൻ അലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് ഒരു നേട്ടവും ഉണ്ടായില്ല, പാരത്രികം നഷ്ടപ്പെട്ടു. അഥവാ അവന്റെ ജീവിതം മുഴുവനും ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു. മരണാനന്തര ജീവിതത്തെ പറ്റി ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ അങ്ങനെ അത്തരത്തിൽ അതിന്റെ നേട്ടം നേടിയെടുക്കുവാനോ ഉള്ള പരിശ്രമം ഭൗതിക ജീവിതത്തിന് ഉണ്ടായില്ല. എന്നാൽ ഭൗതിക ജീവിതത്തിന് വേണ്ടി അവൻ ജീവിച്ചു, ഇവിടത്തെ സുഖാഡംബരങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ അവനെ കൊണ്ട് സാധിച്ചു. പക്ഷെ പരലോകം അവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം മഖ്തൂറുൻ അലൈഹി ഫി ദുനിയ വമുവസ്സിഉൻ അലൈഹി ഫിൽ ആഖിറ. മഖ്തൂറുൻ അലൈഹി ഫി ദുനിയ, ദുനിയാവ് നഷ്ടപ്പെട്ടവർ, ദുനിയാവിലെ സുഖാഡംബരങ്ങളോ ഇവിടുത്തെ സമ്പത്തോ ഇവിടുത്തെ കൃഷിയിടങ്ങളോ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ ഒന്നും ആലോചിക്കാതെ അവൻ കഷ്ടപ്പെട്ടു ജീവിച്ചു പരലോകത്തിനു വേണ്ടി. അങ്ങനെ മുവസ്സിഉൻ അലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് അവൻ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു, സ്വർഗം എത്തിപ്പെടുക്കാൻ സാധിച്ചു, പലതരത്തിലുള്ള പാരത്രിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമായി. പക്ഷേ ദുനിയാവിൽ അവൻ ഞെരുങ്ങി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ. നാലാമത്തെ ഒരു വിഭാഗം ശഖിയ്യുൻ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ഒന്നും നേടാൻ സാധിച്ചില്ല, പരലോകവും നഷ്ടപ്പെട്ട ആളുകൾ. ദുനിയാവിൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ജീവിതമാണ് അവർ കഴിച്ചുകൂട്ടിയത്, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇങ്ങനെ ത്യാഗങ്ങൾ സഹിക്കുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് പാരത്രിക ലോകത്ത് ഉപയോഗപ്പെടും എന്ന ചിന്ത അവരുണ്ടായില്ല. താൻ ഞെരുങ്ങി പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോ പടച്ചവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിനെ ശപിച്ചുകൊണ്ടുമൊക്കെ ജീവിച്ച ആളുകൾ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ എല്ലാം ശിക്ഷകളായി കണ്ട് പടച്ച തമ്പുരാനോട് ധിക്കാരം പ്രവർത്തിച്ച് ജീവിച്ചു പോയ പാവങ്ങളായ ആളുകൾ. ദുനിയാവും അവർക്ക് നഷ്ടപ്പെട്ടു, ആഖിറവും അവർക്ക് നഷ്ടപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ പരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ ക്ഷമ കൈക്കൊള്ളാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്ത്, ദുനിയാവും നഷ്ടപ്പെട്ടു ആഖിറവും നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ജീവിക്കുന്നവർ. അഥവാ ഭൗതിക ലോകത്ത് പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ഇവിടെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു ചിന്തയും ഒരു ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പരീക്ഷണങ്ങൾ നമ്മളോട് അല്ലാഹുവിന്റെ വെറുപ്പുള്ളത് കൊണ്ടല്ല, നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് തനിക്ക് ലഭിച്ചിരിക്കുന്ന പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാനും
ക്ഷമയോടുകൂടി അവയെ നേരിടുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥന നിരതമായി കൊണ്ടിരിക്കുവാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനെ കടിക്കാനും വേണ്ടിയാണ് അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. തുറമുഖ ധരിക്കുന്ന ഹദീസിൽ കാണാം, في نفسه وولده وماله حتى يلقى الله تعالى وما عليه خطيئة. പരീക്ഷണം നീങ്ങിപ്പോവുകയില്ല തന്നെ ബിൽ മുഅ്മിനി ഒരു വിശ്വാസിക്ക് വൽ മുഅ്മിനത്തി ഒരു വിശ്വാസിക്ക് ഫീ നഫ്സിഹി അവന്റെ സ്വന്തം ദേഹത്തിൽ തന്നെയുള്ള പരീക്ഷണങ്ങൾ. രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. ഒരു അസുഖം മാറുമ്പോൾ മറ്റൊരു അസുഖമാവും. ശരീരത്തിൽ എപ്പോഴും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവൻ നേരിട്ട് കൊണ്ടേയിരിക്കുക. വലദിഹി അവരുടെ മക്കളുടെ കാര്യത്തിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സമ്പത്തിന്റെ കാര്യത്തിൽ സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ദാരിദ്ര്യം വരിക, വളരെയധികം പ്രയാസപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെ അവൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പാപരഹിതനായ നിലയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരെ. അഥവാ പരീക്ഷണങ്ങളിലൊക്കെയും അവന്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളുപോലും തറക്കില്ല അവന്റെ ഒരു പാപം അള്ളാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ, സ്വർഗത്തിൽ അവന്റെ ഒരു പദവിയെ ഉയർത്തിയിട്ടല്ലാതെ. നിസ്സാരമായ ഒരു മുള്ളു തറക്കുന്നത് പോലും പാപമോചനത്തിന് കാരണമായി തീരുന്നുവെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന അതിശക്തമായ പരീക്ഷണങ്ങൾ എത്രയോ പാപങ്ങളെ പൊറുപ്പിക്കുവാനും നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാനും വേണ്ടിയാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ. മക്കളൊക്കെ ഉയർന്ന നിലകളിലൊക്കെ ആയിരിക്കും, പക്ഷേ മാതാപിതാക്കൾക്ക് വാർദ്ധക്യ സമയത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥ. അവര് പ്രയാസപ്പെടുമ്പോൾ തന്റെ കൂടെ ഉണ്ടാകേണ്ട മക്കൾ കേവലം പണം അയച്ചത് കൊണ്ടായില്ലല്ലോ, അവരുടെ സാന്നിധ്യം അനിവാര്യമായ ഘട്ടത്തിൽ ഇല്ലാതിരിക്കുക. അതൊരു പരീക്ഷണമാണ്. മരണപ്പെടുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വായിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കലിമ ചൊല്ലി കൊടുക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ. ആ രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഒരു മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്, അഥവാ മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് പ്രായമായി കഴിയുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം തന്നെയാണ്. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളിലൊക്കെ അവരുടെ കൂടെ കഴിയുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പന തന്നെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഈൽ 24-ാമത്തെ വചനത്തിൽ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ മാതാപിതാക്കൾക്ക് താഴ്ത്തിക്കൊടുക്കണമെന്നാണ്. കാരുണ്യം അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാതെ അവർ മരണപ്പെട്ട ശേഷം അവരുടെ ചെലവ്, ആശുപത്രി ചെലവുകൾ അടക്കാൻ അവിടെ എത്തി ആ പണം നൽകിയത് കൊണ്ട് മാത്രമായില്ല. എന്നാൽ അതാണ് ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ മക്കൾ ഒരു പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സമ്പത്ത് പരീക്ഷണമായി മാറുകയാണ്. ആ സമ്പത്ത് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഏറ്റുവാങ്ങപ്പെടുകയാണ്. അങ്ങനെ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് മനുഷ്യനെ അള്ളാഹു വിധേയമാക്കിക്കൊണ്ടേയിരിക്കും, പാപരഹിതനായി അവൻ റബ്ബിനെ കണ്ടെത്തുന്നത് വരെ എന്നാണ്. ആ പരീക്ഷണങ്ങൾ അവനെ വിട്ടുമാറുന്ന പ്രശ്നമില്ല. എന്നാൽ ദുനിയാവ് സമ്പാദിക്കണ്ട എന്നല്ല, ദുനിയാവിൽ യാതൊന്നും നേടിക്കൂട എന്നല്ല, മറിച്ച് ദുനിയാവിലെ വിഭവങ്ങളെ പറ്റി പരാമർശിച്ച് അവയുടെ ഏത് രൂപത്തിലുള്ള സമീപനമായിരിക്കണം ഒരു വിശ്വാസി പുലർത്തിപ്പോരേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ആയത്താണ് ഖുതുബയുടെ ആമുഖത്തിൽ ഞാൻ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 14-ാമത്തെ വചനം. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ. സുയ്യിന ലിന്നാസ്, മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ മനുഷ്യർക്ക് എന്ന, വിശ്വാസികൾക്ക് എന്നല്ല, ലോകത്തെ സകല മനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ട്. ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ,
സ്ത്രീകളോടുള്ള, ഭാര്യമാരോടുള്ള അതിശക്തമായ പ്രേമത്തെ, സ്നേഹത്തെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. മക്കളോടുള്ള ആ ഹുബ്ബിനെ, ഇഷ്ടത്തെ, മനുഷ്യൻ അതിയായി ആസക്തി കാണിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് കുമ്പാരമായി കൂട്ടിയ സ്വർണം, അതുപോലെ കുമ്പാരമായി കൂട്ടിയ വെള്ളിയോടുള്ള വലിയ പണത്തോടുള്ള ആസക്തി, പണം ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള മോഹം, അതിനുവേണ്ടി ഹക്കും ബാത്തിലും നോക്കാതെ അതിൽ അനുവദനീയമായതെന്ത്, ഹറാമായതെന്ത് എന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഏത് മുഖേനയും തനിക്ക് പണം സമ്പാദിച്ചാൽ മതി എന്ന നിലക്ക് പണത്തിനോടുള്ള ആർത്തി അവർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കുകയാണ്. വലിയ പണക്കാരെ കാണുമ്പോൾ തന്നെ അവർക്ക് പുച്ഛമാണ്. ഇത്രയും സൗകര്യങ്ങൾ എനിക്കില്ലാതെ പോയല്ലോ, ഇയാൾ അനുഭവിക്കുന്നത് പോലുള്ള വീട് എനിക്കില്ലല്ലോ, ഇയാളുടെ പോലുള്ള വാഹനം എനിക്കില്ലല്ലോ, ഇയാളുടെ പോലത്തെ കച്ചവട സ്ഥാപനങ്ങൾ എനിക്കില്ലാതെ പോയല്ലോ എന്ന് പരിതപിക്കുന്നൊരു മാനസികാവസ്ഥ. ലക്ഷണമൊത്ത കുതിരകളോട്, അഥവാ വാഹനമായി ഉപയോഗിക്കപ്പെടുന്ന അക്കാലഘട്ടത്തിലെ വാഹനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതെ, വാഹനങ്ങളോടുള്ള അമിതമായ പ്രേമം. സഞ്ചരിക്കാനുള്ള ഒരു വാഹനം വേണമെന്നുള്ളതല്ല, സൈക്കിള് കിട്ടിയവന് സ്കൂട്ടർ വേണം, സ്കൂട്ടർ ഉള്ളവന് കാറ് വേണം. അതിൽ തന്നെ ഏറ്റവും വിലപ്പിടിപ്പുള്ള സുഖാഡംബരങ്ങൾ നിറഞ്ഞ, ഞാൻ ഇന്ന കാറിലാണ് സഞ്ചരിക്കുന്നതെന്ന് നാലാള് കണ്ടാൽ പറയാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾ ഓരോന്ന് മാറി മാറി വരുമ്പോൾ അതിന്റെ പേരിലായിരിക്കണം എന്ന നിലക്കുള്ള മത്സര ബുദ്ധി, അതിനോടുള്ള ഒടുങ്ങാത്ത സ്നേഹം, ഇത് മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാൽക്കാലി മൃഗങ്ങളോട്, പല സ്ഥലങ്ങളിലും ആടുമാടൊട്ടകങ്ങളോട്, കുതിരകളോട്, അതുപോലെയുള്ള മൃഗങ്ങളോടുള്ള മനുഷ്യന്റെ ഇഷ്ടം. ചില ആളുകൾക്ക് കൃഷിയിടങ്ങളോടാണ്, കൃഷിസ്ഥലങ്ങളോടാണ്. പല സംസ്ഥാനങ്ങളിലും ഏക്കർ കണക്കിന് ഫലവർഗങ്ങളുടെ തോട്ടങ്ങൾ വാങ്ങിക്കൂട്ടി അത്തരത്തിലുള്ള കൃഷിയിടങ്ങൾ ഇത്ര ഏക്കർ സ്ഥലം എനിക്ക് ഇന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് പറയാൻ, അതിലഭിമാനം കൊള്ളാൻ, അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാമ്യ വസ്തുക്കളോടുള്ള ഇഷ്ടം മനുഷ്യർക്ക് നാം അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതൊക്കെയാവാം, അതൊക്കെ ഈ ലോകത്തെ വിഭവങ്ങൾ മാത്രമാണ്, ഭൗതിക ലോകത്തുള്ള വിഭവങ്ങൾ മാത്രമാണ്. എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ അവ തേടിക്കൂടെന്നോ അവ ഉപയോഗിച്ചുകൂടെന്നോ ഇല്ല. പക്ഷെ അവയായിരിക്കരുത് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം അല്ലാഹുവിന്റെ അടുക്കലാണ് മനുഷ്യർക്ക് ചെന്നു ചേരുവാനുള്ള ഉത്തമ സങ്കേതം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക ലോകത്ത് കാണുന്നതൊന്നും തന്നെ സുഖാഡംബരങ്ങളല്ല. സ്വർഗവുമായി തട്ടിച്ചു നോക്കുമ്പോ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, മനുഷ്യന്റെ മനസ്സിലെ ഭാവനയ്ക്ക് പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത്രയും വിശാലമായ സ്വർഗലോകവുമായി തട്ടിച്ചു നോക്കുമ്പോ ഈ എണ്ണിപ്പറഞ്ഞതൊന്നും വലിയ നേട്ടങ്ങളൊന്നുമല്ല. ഇതൊക്കെ ദുന്യാവിലെ മനുഷ്യനെ വഞ്ചിക്കുന്ന വിഭവങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയല്ല മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കേണ്ടത്. മറിച്ച് ആ ജീവിതത്തെ, അല്ലാഹു നൽകിയിട്ടുള്ള ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അമൂല്യമായ, വിലപിടിപ്പുള്ള, ഒരിക്കലും നശിക്കാത്ത സ്വർഗീയ ലോകത്തിന് വേണ്ടി കഠിന പരിശ്രമം നടത്തുവാനുള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അതാണ് അല്ലാഹുവിന്റെ അടുക്കലാണ് മനുഷ്യർക്ക് ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ മുതലുള്ളത് ഇവിടെയല്ല, അത് സ്വർഗത്തിലാണ്. നമുക്ക് ആസ്വദിക്കാനുള്ള സുഖാഡംബരങ്ങൾ തയ്യാർ ചെയ്തു വെക്കപ്പെട്ടിരിക്കുന്നത് അത് സ്വർഗലോകത്താണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അത് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഭൗതിക ലോകത്ത് വിഭവങ്ങളോട് സമീപിക്കാവൂ എന്ന ശക്തമായ നിർദ്ദേശം. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്ന 15-ാമത്തെ ആയത്തിൽ പറയുക, നിങ്ങൾക്ക് ഞാൻ വിവരമറിയിച്ചു തരട്ടെയോ, ഇപ്പറഞ്ഞവയേക്കാൾ അവയേക്കാൾ ഏറ്റവും ഉത്തമമായതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ വിവരമറിയിച്ചു തരട്ടെയോ. അതേ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചപ്പെട്ടതെന്ത്, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ. ഈ ആയത്ത് അവതരിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ മഹാന്മാരായ സഹാബികൾ അതിനുവേണ്ടി പൂർണ്ണമായി ഒരുങ്ങുകയായിരുന്നു. അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ സുഖസൗകര്യങ്ങളും ഒക്കെ പരിശുദ്ധമായ ദീനി ദാവത്തിന് വേണ്ടി, പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ മത്സരിക്കുകയായിരുന്നു, സമ്പത്ത് കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും. അവരെ സംബന്ധിച്ച് അല്ലാഹു ഒന്നുകൂടി പുകഴ്ത്തി പറഞ്ഞു. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111-ാമത്തെ ആയത്തിൽ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇശ്തറാ, അവൻ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് അല്ലാഹു വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും, അവരുടെ ദേഹങ്ങളെ, അവരുടെ സ്വന്തം ശരീരത്തെ, വഅംവാലഹും, അവരുടെ സമ്പത്തുകളെ, ബിഅന്ന ലഹുമുൽ ജന്ന, നിശ്ചയമായും അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന കരാറിന്മേൽ. അഥവാ തങ്ങളുടെ സമ്പത്തുകൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ, അല്ലാഹു റസൂലും പൊരുത്തപ്പെട്ട മാർഗത്തിൽ ഒരു മനുഷ്യൻ ചെലവഴിക്കുമ്പോ അവന് ലഭ്യമാകുന്നത് സ്വർഗമാണ്. അവന്റെ ശാരീരികത്തിന്റെ പ്രയത്നം, അവന്റെ വിയർപ്പ് തുള്ളികൾ, അവന്റെ രക്തത്തുള്ളികൾ ഒക്കെ റബ്ബിന്റെ മാർഗത്തിന് വേണ്ടി അവൻ പ്രയോഗിക്കുമ്പോ അല്ലാഹു അവന്റെ ശരീരത്തെയും അവന്റെ സമ്പത്തിനെയും വിലക്ക് വാങ്ങുകയാണ്. പകരം അവർക്ക് സ്വർഗം നൽകാം എന്ന കരാറിന്മേൽ എന്ന് അല്ലാഹു തൗബ സൂറത്തിൽ പറയുകയാണ്. അപ്പോ ഇതിന്റെ ബാക്കി ഭാഗത്തിൽ ഈ ആലി ഇമ്രാൻ സൂറത്തിലെ 15-ാമത്തെ ആയത്ത് തുടരുന്നു. ഇല്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, സൂക്ഷ്മത പാലിച്ചവർക്ക് ആ റബ്ബിന്റെ അടുക്കലുള്ളത് എന്താണ്? ജന്നാത്തുൻ, ജന്നാത്തുൻ, സ്വർഗത്തിന്റെ തോപ്പുകളാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ, സ്വർഗത്തിലെ എസ്റ്റേറ്റുകൾ, സ്വർഗീയ ആരാമങ്ങളാണ് അവർക്ക് വേണ്ടി അവരൊരുക്കി വെച്ചിട്ടുള്ളത്. വെറും തോട്ടങ്ങളല്ല, മനോഹരമായ, നയനാനന്ദകരമായ, വർണ്ണനാതീതമായ സ്വർഗീയ അരുവികൾ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന തോട്ടങ്ങൾ. അത് ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതരാണ്, അവർ നിത്യവാസികളാണ്, സ്ഥിരവാസികളാണ്. ഭൗതിക ലോകത്തെ നേട്ടങ്ങൾ ആ സ്വർഗവുമായി തട്ടിക്കാൻ കൂടി സാധ്യമല്ല, അത്രമാത്രം ഉന്നതങ്ങളാണ്. എന്നാൽ വളരെ തുച്ഛമായ സുഖാഡംബരങ്ങളാകുന്ന ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു മനുഷ്യന് ലഭിച്ചു എന്ന് വെക്കട്ടെ, അത് താൽക്കാലികമാണ്. ആ അനുഗ്രഹം പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ മരണത്തോടുകൂടി ആ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും അവരിൽ നിന്ന് വേർപെട്ടു പോകുന്നതാണ്. ഒരു ശാശ്വതത്വവുമില്ല. ഇവിടുത്തെ സുഖങ്ങൾക്കൊന്നും തന്നെ ഒരു നിത്യതയില്ല. എന്നാൽ സ്വർഗലോകത്തെ സുഖാഡംബരങ്ങൾ മംനൂനാണ്, മുറിഞ്ഞു പോകാത്തതാണ്, ശാശ്വതമായി നിലനിൽക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് മനുഷ്യൻ സമ്പാദിക്കുമ്പോൾ ആ സമ്പാദ്യങ്ങൾ ഹലാലായ മാർഗത്തിലാണോ അല്ലെങ്കിൽ ഹറാമായ മാർഗത്തിലാണോ എന്ന് ചിന്തിച്ചുകൊണ്ടല്ലാതെ സമ്പാദിക്കാനോ ചെലവഴിക്കാനോ പാടില്ല എന്ന് ശക്തമായി നിർദ്ദേശിക്കപ്പെടുന്നു. ഒരു 5 കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ പാദം
പരലോകത്ത് നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന്റെ പാദം നീക്കാൻ സാധ്യമല്ല തന്നെ. എന്നിട്ട് 5 കാര്യങ്ങളെ പറ്റി പറയുന്നതിൽ ഒന്ന് അവരുടെ പണത്തെ സംബന്ധിച്ച്, അവൻ ഉണ്ടാക്കിയിട്ടുള്ള അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് റബ്ബിന്റെ ചോദ്യം എങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് കിട്ടിയത്? ആ 10 രൂപ നിന്റെ കയ്യിലേക്ക് വരുന്നപ്പോ അത് വന്ന മാർഗമേത്? അനുവദനീയം തന്നെയാണോ? ഹലാലായ മാർഗത്തിലൂടെയാണോ? അതല്ല ഹറാമായ മാർഗത്തിലാണോ നിന്റെ കയ്യിലേക്ക് പണം വന്നിട്ടുള്ളത്? ആ കിട്ടിയ 10 രൂപ നീ ചെലവഴിച്ചത് ഹലാലിലാണോ ഹറാമിലാണോ? റബ്ബിന്റെ മുന്നിൽ മറുപടി പറയണം. നമുക്ക് ലഭിച്ച സമ്പത്തിനെ കുറിച്ച് മുഴുവനും കൃത്യമായി കണക്ക് ബോധിപ്പിക്കാതെ റബ്ബിന്റെ കോടതിയിൽ ഒരടി മുന്നോട്ട് വെക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല എന്ന് ശക്തമായി അല്ലാഹു തആല മുന്നറിയിപ്പ് തരികയാണ്. എന്ന് വെച്ചാൽ പണം കൊണ്ട് നമുക്കൊന്നും ആസ്വദിച്ചുകൂടാന്നല്ല. ഭക്ഷണങ്ങൾ കഴിക്കാം, നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങാം, വീടുണ്ടാക്കാം, വാഹനങ്ങളിൽ സഞ്ചരിക്കാം. പക്ഷേ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടതുണ്ട് റബ്ബിന്റെ മുന്നിൽ. അത് പരിധി ലംഘിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പാരത്രിക ലോകത്ത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. എത്ര ഭക്ഷണവും കഴിക്കാം, ഏത് ഭക്ഷണവും കഴിക്കാം, അല്ലാഹുവിന്റെ നിയമം പാലിച്ചാൽ മതി. പാലിക്കപ്പെടാതിരിക്കുമ്പോൾ ഭൗതികമായിട്ട് തന്നെ പ്രയാസമായി തീരുകയാണ്. അല്ലാഹു പറഞ്ഞു വക്കുലു വശ്റബു, തിന്നോളൂ കുടിച്ചോളൂ, പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത് എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്, അമിതമായി കഴിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ അല്ലയോ മനുഷ്യരെ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ കഴിച്ചോളൂ. 2 കണ്ടീഷൻ. ഒന്ന്, ഹലാലായിരിക്കണം, കഴിക്കുന്നത് നിങ്ങൾക്ക് അനുവദനീയമാകണം. രണ്ടാമത്തത് ത്വയ്യിബൻ, അത് ഫ്രഷ് ആയിരിക്കണം. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. അത് കഴിച്ചാൽ അസുഖമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് കഴിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് ഉതകുന്നത് അതും അമിതമാക്കാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടു. അത് ലംഘിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ പരലോകത്ത് അതിന് ശിക്ഷ നേരിടേണ്ടി വരും. ഭൗതിക ലോകത്ത് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് അത് മനുഷ്യനെ വരിഞ്ഞു മുറുക്കും. ഇപ്പൊ വർത്തമാനകാല സാഹചര്യത്തിലെ സ്ഥിതി എന്താ? ഓരോ ടൗണുകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഹോട്ടലുകളെക്കാൾ കൂടുതൽ ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾക്ക് പ്രത്യേകം ഹോസ്പിറ്റലുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും മനുഷ്യൻ അതിൽ വിടുമ്പോ, പരിധി ലംഘിക്കുമ്പോ റബ്ബിന്റെ പരീക്ഷണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാർഗങ്ങളിലും ജീവിക്കേണ്ടതിന് ഭൗതിക ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് റബ്ബ് നിർദ്ദേശിക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തരുന്ന മാതൃകയെ പിൻപറ്റി ജീവിക്കാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أيها الإخوان والأخوات أوصيكم عباد الله وإياي وثانين بتقوى الله. ആദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികൾ, ഒരിക്കൽ കൂടി മതപരമായി പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിച്ചു തന്നത് തന്നെയോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളായി സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് തന്നെയാണോ? അതെല്ലാം ശിർക്കുകളായി, ബിദ്അത്തുകളായി അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മഹാപാപങ്ങളാണോ പുണ്യങ്ങളെന്ന തെറ്റിദ്ധാരണയിൽ ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിച്ഛേദിച്ച് മനസ്സിലാക്കി തഖ്വയോടുകൂടി ജീവിക്കണേ. സ്വന്തത്തോടെന്ന പോലെ മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അതീവ ഗൗരവതരമായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്.
അപ്പോ സ്വർഗലോകത്തുള്ള സുഖസൗകര്യങ്ങൾ, താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ, പരിശുദ്ധമായ ഇണകളും അവിടെ ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ ഇണകൾ പരിശുദ്ധരാണ്. എന്നാൽ ഭൂമിയിലെ ഇണകൾ നമ്മൾ പരിശുദ്ധരായി തെരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ്, പരിശുദ്ധമാക്കപ്പെടേണ്ടവരാണ്. ഭൗതിക ലോകത്തിലെ ഇണകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് കല്യാണം കഴിക്കുമ്പോൾ തന്നെ നിർദ്ദേശം നൽകി, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക. അക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ 4 തരം വിവാഹങ്ങളെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നതിൽ 4 എണ്ണത്തെ അത് ചുരുക്കി മുത്തനബി പറയുകയാണ്. സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടുന്നു ലിമാലിഹ, സമ്പത്തിന് വേണ്ടി. അല്ല പണക്കാരന്റെ കുടുംബമാണ്, അവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ ഇത്ര വലിയ നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടായേക്കും എന്നുള്ള ചിന്തയും. എന്നാൽ ആ സമ്പത്ത് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ആ വീട്ടിൽ ഒരു ക്യാൻസർ പോലുള്ള ഒരു മാരക രോഗം വിരുന്നു വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള അവസ്ഥകൾ ഉണ്ടായാൽ ആ സമ്പത്ത് നശിച്ചു പോകും. പിന്നെ ചില ആളുകൾ നോക്കുന്നത് വലിയ ജമാലിഹ, അവളുടെ സൗന്ദര്യത്തെയാണ്. എനിക്ക് സൗന്ദര്യമുള്ള പെണ്ണായാൽ മതി, സൗന്ദര്യവും ആപേക്ഷികമാണ്. തിളക്കുന്ന വെള്ളം മുഖത്ത് വീണാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയാൽ മുഖം വികൃതമായേക്കും, സൗന്ദര്യം ശാശ്വതമായി നിലനിൽക്കുന്നില്ല. ചില ആളുകൾ നോക്കുന്നത് വലിയ ഹസബിഹ, തറവാടിത്താണ്. ഞാൻ കല്യാണം കഴിച്ചത് ഇന്ന കുടുംബത്തിൽ നിന്നാണ്, ഇന്ന മന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ന തറവാടിന്റെ ആ വലിയ തറവാടിൽ നോക്കി അവിടെ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആ തറവാടിന്റെ മഹത്വം നശിക്കാൻ ആ തറവാട്ടിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും അവിഹിതങ്ങളിലോ അശ്ലീലതകളിലോ ഏർപ്പെട്ടാൽ മതി, ആ തറവാട് മൊത്തം നാറും. അതും ശാശ്വതമല്ല. എന്നാൽ ചില ആളുകൾ ബുദ്ധിമാന്മാർ വലിദീനിഹ, അവളുടെ മതബോധം നോക്കുന്നവരുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് തൗഹീദുള്ളവളാണോ, ഹിദായത്ത് കിട്ടിയവളാണോ, എനിക്ക് കുട്ടികളുണ്ടായാൽ അവരെ മുവഹ്ഹിദുകളായി വളർത്താൻ സാധിക്കുന്നവർ തന്നെയാണോ എന്ന നിലയ്ക്ക് ഔറത്ത് മറക്കുന്നവളാണോ, ദീനുള്ളവളാണോ എന്നതിനെ സംബന്ധിച്ച് നോക്കുന്നവരുണ്ട്. ദീനുള്ളവളെ നീ കല്യാണം കഴിച്ചുകൊണ്ട് നീ ധന്യനാവുക. നിന്റെ കയ്യിൽ മണ്ണ് പെറുകേണ്ടി വന്നാലും, നീ കഷ്ടപ്പെടേണ്ടി വന്നാലും അതാണ് ഖൈറെന്ന് പഠിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധകളാക്കി മാറ്റാനുള്ള ആഹ്വാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് നൽകി. ആ വിശ്വാസികൾക്ക് സമ്മാനമായി പാരത്രിക ലോകത്ത് പരിശുദ്ധമായ ഇണകളും അവർക്കുണ്ടായിരിക്കും. കൂടാതെ അല്ലാഹുവിന്റെ പ്രീതിയും അവർക്ക് കിട്ടും. അല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹു തന്റെ ദാസന്മാരെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു. അപ്പോ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ, ഭൗതിക ലോകം എന്ന് പറയുന്നത് വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ കാണാം, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചിക്കപ്പെടുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഓരോന്ന് കാണുമ്പോൾ അതാണ് ഖൈറെന്ന് വിചാരിക്കും, പക്ഷേ അതിൽ നേടിക്കഴിയുമ്പോൾ അതിൽ വലിയ ഖൈറൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടും. അങ്ങനെ അതൊക്കെ പാരത്രിക ലോകത്ത് തടസ്സമായി നിൽക്കുന്ന വിഭവങ്ങളാണെന്ന് അവന് പിന്നീട് ബോധ്യപ്പെടും എന്ന നിലയ്ക്ക് ഉള്ള ആയത്തുകൾ, ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അവയെ തിരിച്ചറിയാൻ, അതിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രോഗം ബാധിച്ച മാരകമായ രോഗത്തിന് അടിമയായ ഒരു മനുഷ്യനെ സമീപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ സുഹൃത്തേ, അല്ലയോ സഹോദര, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? എനിക്കിങ്ങനെ അസുഖം ഇത്രയും കഠിനമായിട്ട് നീ പ്രാർത്ഥിക്കാറില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, പ്രാർത്ഥിക്കാറുണ്ട് നബിയെ, ഞാൻ ദുആ ചെയ്യാറുണ്ട്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, എന്താണ് താങ്കൾ ദുആ ചെയ്യാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, പടച്ചവനെ നീ എനിക്ക് ഒരുപാട് വലിയ രോഗം തന്നിട്ടുണ്ട്, സഹിക്കാൻ കഴിയുന്നതിലപ്പുറം നീ എനിക്ക് നൽകിയിട്ടുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ല, ഇതിലും വലിയ രോഗം തന്നാലും എനിക്കൊരു പ്രയാസവുമില്ല, പക്ഷേ പാരത്രിക രോഗം എനിക്ക് നഷ്ടപ്പെടുത്തരുത്, പരലോകത്തെ സ്വർഗമാം മതി, ദുന്യാവില്ലെങ്കിലും വേണ്ടില്ല എന്നാണ് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിയല്ല, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അങ്ങനെ പ്രാർത്ഥിക്കണം. ദുന്യാവിലും എനിക്ക് നല്ലത് തരണം, പരലോകത്തും എനിക്ക് നന്മ തരണം, ഈ രോഗം എനിക്ക് മാറി കിട്ടണം എന്ന് തന്നെ പറയണം. ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗിയോട് പഠിപ്പിക്കുകയാണ്. നേരെ തിരിച്ചാണ്, പല ആളുകളും ഉറക്കൊഴിഞ്ഞ് പ്രാർത്ഥിക്കും, ചിലപ്പോൾ സങ്കടത്തോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ദുന്യാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും, പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല. അത്തരം ആളുകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 2-ാം അധ്യായം അൽ-ബഖറ സൂറത്തിലെ 200-ാമത്തെ വചനം, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആളുകളുണ്ട്, ചില മനുഷ്യന്മാരുണ്ട്, ദുന്യാവിലെ നല്ലത് തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവർ, പരലോകത്തെ അവർക്ക് നാശമായിരിക്കും, ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. വമിൻഹും മൻ യഖൂലു, അവരിൽ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഭൗതിക ലോകത്ത് എനിക്ക് നീ നന്മ വർദ്ധിപ്പിച്ചു തരണം, പരലോകത്തും എനിക്ക് നന്മ നൽകണം എന്ന് രണ്ട് ലോകത്തിനും വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ, ദുന്യാവിനു വേണ്ടിയും അതുപോലെ ആഖിറത്തിനു വേണ്ടിയും ദുആ ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ ഭൗതിക ലോകത്തെ വിശ്വാസി എങ്ങനെ കാണണം എന്ന് റബ്ബ് പറഞ്ഞു തന്നതുപോലെ, നമുക്ക് പഠിപ്പിച്ചതുപോലെ കാണാൻ, അവയെ അങ്ങനെ സമീപിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പരിചയക്കാരെ ഒക്കെ ബാധിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും പരിപൂർണമായി ഞങ്ങൾക്ക് സുഖപ്പെടുത്തി തരണമല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണമെന്നാണ്. ഖബറിന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിധേയരാണെങ്കിൽ നിന്റെ കാരുണ്യത്താൽ ആ ശിക്ഷകളെ മുഴുവനും നീ ഒഴിവാക്കി കൊടുക്കണമെന്നാണ്. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമെന്നാണ്. എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ചു കൊടുക്കണമെന്നാണ്. എല്ലാവരുടെ അസുഖങ്ങളും പൂർണ്ണമായി നീ ശിഫയാക്കി കൊടുക്കണമെന്നാണ്. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നാണ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി അവസാനം സ്വർഗ്ഗലോകത്ത് പ്രവേശിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ പാപികളായ ദോഷികളായ നമ്മളെല്ലാം ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമെന്നാണ്. اللهم هذا الدعاء ومنك الإجابة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.